എല്ലാ കൂട്ടുകാർക്കും നബീൽ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, വേറൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്റർ എന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ എനിക്ക് നേരത്തെ വേറൊരു ചാനലുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഈ ടെക് വീഡിയോസും ആപ്പ് ഡീറ്റെയിൽസൊക്കെ വരുന്ന ഒരു ചാനലും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് കോപ്പിറൈറ്റ് മൂലം അത് പോയി. അത് എന്താണെന്നറിയില്ല. ഞാൻ കോപ്പിറൈറ്റ് കണ്ടൻ്റ് ഒന്നും ഇട്ടില്ല, ആരും റിപ്പോർട്ട് അടിച്ചതെന്ന് അറിയില്ല, ചാനൽ പോയി. അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഓരോ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇടാനും അറിയാത്തവർക്ക് ഒരു ഉപകാരമാകുന്ന സർവീസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടാവും, അല്ലാത്തവർക്കുണ്ടാവും, വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങും. പലർക്കും ഏത് ആപ്പ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല, എളുപ്പത്തിലുള്ള ആപ്പ് എല്ലാം കൂടി ഒത്തൊരുങ്ങിയ ഒരു ആപ്പ് ഏതാണെന്ന് പലരും ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഇൻഷോട്ട്. പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഷോട്ട് എന്ന ആപ്പ്. പലർക്കും ഈ ആപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഷോ ഗുണമെങ്കിൽ കുറേ പഠിക്കാൻ കുറച്ച് പണിയാണെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഈസിയായ ആപ്പാണ്. എത്ര വലിയ വീഡിയോസ് വരെ ഇതിൽ എഡിറ്റ് ചെയ്യാം. പല പല ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ എഡിറ്റ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചാൽ ഓരോ എഫക്റ്റും ഓരോ ഓപ്ഷൻസ് ഓരോ ഇതും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തോ, എന്താണ് ഇഷ്ടപ്പെടുക, അത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഈ ആപ്പ് ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു മോഡ് ഏൽപ്പിക്കുകയാണ്, ഒരു ഹാക്ക് വെർഷനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എനിക്ക് വേണ്ടി എടുത്ത് നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ ഹാക്ക് വെർഷൻ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ബയോയിൽ ഇട്ടേക്കാം. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം എല്ലാം ഫ്രീ ആയിരിക്കും, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. ഫോട്ടോ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മൂല്യം നോക്കാം. ആദ്യം എന്താണ് ഇതിൽ മൊത്തത്തിൽ ചെക്ക് ചെയ്യുക. ആദ്യം ഒന്നാമത് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസാണ്. എൻഡും കാണാം, ബിഗിനിങ് കാണാം. ഇതാണ് ബിഗിനിങ്, തുടക്കം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റില്ല, ടൈം കൂട്ടാനോ എങ്ങനെ വേണമെങ്കിൽ സാധിക്കും. പക്ഷേ ഇത് വീഡിയോയിൽ പറ്റൂല, ഫോട്ടോയിൽ മാത്രമേ പറ്റൂല. വീഡിയോയിൽ ആ വീഡിയോ ലെങ്ത് അനുസരിച്ച് നമുക്ക് വീഡിയോ ലെങ്ത് കൂട്ടാൻ പറ്റൂല, ലെങ്ത്ത് കുറക്കാൻ പറ്റും. ഇത് എടുത്ത് ഇങ്ങനെയൊക്കെ ലെങ്ത്ത് കുറക്കാം. പക്ഷേ ഫോട്ടോയിലാവുമ്പോൾ ഇത് നമുക്ക് എത്ര വേണേൽ നമ്മുടെ ടൈമിനനുസരിച്ച് എത്ര വേണേൽ കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. സിമ്പിളാണ്. അത് നമുക്കിനി ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഓപ്ഷൻസ് പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻവാസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ സൈസ് നമുക്ക് ഓരോ രീതിയിൽ സൈസ് കൂട്ടാറ് കണ്ട. ഇത് റീലിൻ്റെ സൈസാണ്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുമ്പോൾ ഇതിനും ഓരോ സൈസാണ്. യൂട്യൂബിൻ്റെ പിന്നെ ഇത് റീലാണ്. പിന്നെ റേഷ്യോ അനുസരിച്ച് സൈസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ക്യാൻവാസ് എന്ന് പറയുന്ന ഇതിൽ ഒരു ഇൻക്രീസും ഡിക്രീസും കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വലിപ്പം ഇതിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടാം, കുറക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. പിന്നെ ഒന്നും വേണ്ടി നമ്മൾ ഫിറ്റ് വയ്ക്കുക, നമ്മുടെ പഴയ പോലെ ആദ്യം നിന്ന പോലെ തന്നെ ഫിറ്റ് വയ്ക്കുക, അത് വരും. പിന്നെ ഇവിടെ അപ്വേഡും ഡൗൺവേഡും കാണിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ഫോട്ടോസ് കണ്ട ഇത് കുറയും കൂടും, അതാണ് സംഭവം. നമുക്ക് പഴയതുപോലെ വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണിത്. ഇതാകുമ്പോൾ ഫുൾ സ്ക്രീനും ബാക്ക് സ്ക്രീനും നമുക്ക് വേറെ നല്ല സിമ്പിളായിട്ട് ഇത് സൂം ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്, ഫീച്ചറാണ് മെയിനായിട്ട്. രണ്ടാമത്തെ മ്യൂസിക്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ പല രീതിയിലാണ് വെച്ചാൽ എഫക്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫയലിലുള്ള റെക്കോർഡ് ചെയ്ത് വെച്ച മ്യൂസിക് ഉണ്ട്. സിനിമ പാട്ട് ഇടുക. പിന്നെ ഇപ്പുറത്ത് കാണിക്കുന്നത് വെച്ചാൽ റെക്കോർഡ്, നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇതിൽ തന്നെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് ഇതിൽ തന്നെ ആഡ് ചെയ്യുക. അത് റെക്കോർഡ് ചെയ്താൽ നമുക്ക് അതിൽ തന്നെ സൗണ്ട് കൂട്ടാം, സൗണ്ട് കുറയ്ക്കാം, കട്ട് ചെയ്യുക, എല്ലാം ചെയ്യാൻ. പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ മ്യൂസിക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള. അപ്പോൾ അതിൽ തന്നെ 3-4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അടുത്ത സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സ് ഇമോജീസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. വലിപ്പം കൂട്ടാം, വലിപ്പം കുറയ്ക്കാം, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, നമുക്ക് എല്ലാ രീതിയിലും പല സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ, ഗെറ്റ് വയ്ക്കാതെ വരും. അപ്പോൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് വെക്കുക. പിന്നെ അത് മാത്രമല്ല ഇതിൽ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് നമുക്ക് ഇച്ചിരി കൂടി നല്ലൊരു ഫീച്ചേഴ്സ് കൊടുക്കുന്ന ടെക്സ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് തന്നെ കളറുണ്ട്. കളർ ചൂസ് ചെയ്തിട്ട് ബോർഡർ ഉണ്ട്. ബോർഡർ എന്ന ബാക്ക്ഗ്രൗണ്ട് ഇതും ഷാഡോ, ഗ്ലോ, ലേബിൾ, ഒപ്പാസിറ്റി, ഇതൊക്കെ നമ്മൾ ഇതിനൊരു കൊടുക്കണം, ഒരു കളർ ഗ്രേഡിങ് കൊടുക്കണം. ആ ടെക്സ്റ്റിനുള്ള ഒരു കളർ ഗ്രേഡ് കണ്ട. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ലേബിൾ എടുത്താൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്യാം. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് നമ്മുടെ ഗ്ലോ, എന്താ പറയുക, ഒരു വെളിച്ചം,
കൊണ്ടുവരില്ലേ, ആ ഒരു ഫീലാണത്. പിന്നെ ഷാഡോ നമുക്ക് അത് വലുതായിട്ട് അറിയില്ല, ചെറിയൊരു ഇതിലേ അറിയുള്ളൂ, വലുതാൾ അറിയില്ല. പിന്നെ നമുക്ക് ലെറ്ററിൻ്റെ ഫോണ്ട് മാറ്റാം, പല പല നല്ല ഡിസൈനിൽ ലെറ്റർ എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ കുറേ ഉണ്ട്. ഇത് പ്രീമിയം ആണ്, ശരിക്കുള്ള ഇത് പറ്റൂല, ഞാൻ പ്രീമിയം ആയതുകൊണ്ടാണ് ഇത്രയും പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയത്തിന് വേണ്ടി ഞാൻ ലിങ്ക് ബയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ലെറ്ററിൻ്റെ സൈസ് നമുക്ക് എത്ര ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാക്കാം. നമുക്ക് മിനിമം 100 വരെ സൈസ് ഉണ്ട്, 0 മുതൽ 100 വരെ സൈസ് ഉണ്ട്. ഇഷ്ടമുള്ള സൈസ് നല്ല ഭംഗിക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ അത് നമ്മുടെ ഒരു എന്താണ് ഒരു ലെറ്റർ നല്ല ഡിസൈനിൽ ആ ഒരു ഷേപ്പിൽ കർവ് ഷേപ്പിൽ ഒരു മാറ്റുന്ന ഇതാണ്. സർക്കിൾ ഷേപ്പിൽ കർവ് ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിക്ക് മാറ്റാം. അത് ബാക്കിലേക്കും പോവാം, മുമ്പിലേക്കും പോവാം, അത് നമ്മുടെ ഇഷ്ടത്തിന് നീക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇതെന്ന് പറയുന്നത് ലെറ്ററിൻ്റെ ആനിമേഷനാണ്. നല്ല ലെറ്റർ കണ്ട ഓരോ ആനിമേഷൻ ഉണ്ട്. ഇതെന്ന് ഇന്നെന്ന് പറയുന്നത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഉള്ള ആനിമേഷൻ, ഔട്ട് നമ്മൾ തീരുമ്പോൾ ഉള്ള ആനിമേഷൻ അതാണ്. പിന്നെ ഇതിട്ട ടൈമാണ്, ആ ടൈമിനുള്ളിൽ അത് വന്നിരിക്കും. സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഇതാണ് ഇതെന്ന് പറയുന്നത്. അത് വീഡിയോയിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലൂപ്പ് എന്ന് പറയുന്നത് ആനിമേഷനാണ്. കണ്ട ഓരോരോ ആനിമേഷനാണ് ലൂപ്പ് എന്ന് പറയുമ്പോൾ. ഇതിൽ കുറേ ആനിമേഷൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല എഡിറ്റിംഗ് ആപ്പിനോട് പറ്റിയ നല്ലൊരു ആപ്പ് തന്നെയാണ് ഇത്. പിന്നെ അത് ഇവിടെ വരുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ട്രിക്ക് ഉണ്ട്. വീഡിയോ എൻഡ് വരെ ഇത് പോകും. ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്ലിപ്പാണെങ്കിൽ നമ്മൾ 2 ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ ക്ലിപ്പിനനുസരിച്ച് നിൽക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പുള്ളതുകൊണ്ട് ആ വീഡിയോ അനുസരിച്ച് നിൽക്കുള്ളൂ. വേറെ എക്സ്ട്രാ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോനെ നിൽക്കും, അല്ലെങ്കിൽ വീഡിയോ എൻഡ് എന്ന് പറയുമ്പോൾ വീഡിയോ മൊത്തം നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത എഫക്റ്റ് നോക്കുമ്പോൾ എന്താണ്, ഇത് എഫക്റ്റാണ് അടുത്ത ഒരു സംഭവം. അപ്പോൾ അതിൽ മെയിൻ എന്ന് പറയുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോക്ക് അല്ലെങ്കിൽ ഫോട്ടോക്ക് ഓരോ എഫക്റ്റ് ഒരു എഡിറ്റിംഗ് പാറ്റേൺ കൊണ്ടുവരാണ്. നമുക്ക് സൂം ഔട്ട്, സൂം ഇൻ, ട്രാമ്പിൾ, ത്രില്ല് ഓരോ കുറേ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം കാണിക്കാനുള്ള, ജസ്റ്റ് ഓരോന്നത് കാണിക്കണുള്ളൂ. ഓരോരോ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ ഒറിജിനൽ എന്ന സംഭവമുണ്ട്, അവിടെ നോക്കുമ്പോൾ ഒറിജിനൽ പഴയതുപോലെ വരും, വേറെ ഒന്നുമില്ല. ഇനി എഫക്റ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞ പല കുറേ ഫിൽറ്റർ ഉണ്ട്, ഇഷ്ടമുള്ള ഫിൽറ്റർ ഉണ്ട്. അതിൽ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ലൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ എഡിറ്റും ചെയ്യാം. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് വേണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കിയാൽ അത് പോയിട്ടുണ്ടാവും, ഡിലീറ്റ് ആകാം. അപ്പോൾ ടിക്ക് കൊടുത്താൽ അത് കഴിഞ്ഞ് എഫക്റ്റ് കഴിഞ്ഞ്. ഇനി ഫിൽറ്റർ ഞാൻ പറയുന്നത്, ഫിൽറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതിനാൽ സെയിം തന്നെ ഒരേ പാറ്റേൺ ഒരുമിച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണമെങ്കിൽ. പിന്നെ പിപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോൻ്റെ മേലിൽ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ മേലിൽ ഒരു അഡീഷണൽ ആയിട്ട് വേറൊരു സംഭവം ഇറക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ അതെ, ഇതിൻ്റെ മേലിൽ പിപ്പ് കണ്ടേ, ഇത് അഡീഷണൽ ആയിട്ട് ഇത് വരും. ഒരു ഫോട്ടോ മേലിൽ വേറൊരു ഫോട്ടോ സെറ്റാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കളയാൻ എഡിറ്റ് ചെയ്യുക, നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഇത് എക്സ്ട്രാ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്താണേലും ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മേലിൽ എക്സ്ട്രാ ഒരു അഡീഷണലായിട്ട് ചെയ്യുന്നതിനാണ്. അതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കണ്ട വീഡിയോ ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എളുപ്പം നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ട, ഇവിടെ നിൽക്കുക, ഒറ്റ നിൽക്കുക, അവിടെ നിന്നോളൂ. സ്പ്ലിറ്റ് ചെയ്യുക. പിന്നെ അതിലൊരു ആനിമേഷൻ കൊടുക്കുന്ന ആനിമേഷൻ ഉണ്ട്, നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ. അതിൻ്റെ ഇതാണ്ട ഈ മെയിൻ ഇതിലല്ല ഇപ്പോൾ കൊണ്ടുവന്ന ഇതിൻ്റെയാണ് ഇന്നും ഔട്ട്. അത് ഇന്നെന്ന് പറയുമ്പോൾ ഇൻട്രോയും ഔട്ട് എന്ന് പറയുമ്പോൾ എൻഡും ആണ്. പിന്നെ കോംബോ ഇതൊക്കെ ഓരോ ഇതാണ്ട എന്താണ് എഫക്റ്റാണ്. ആനിമേഷൻ ഉണ്ട്, ക്രോപ്പ് ചെയ്യാൻ പറ്റുമോ അതിൽ തന്നെ. ബാക്കി ഇതിൽ തന്നെ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത് എഫക്റ്റ് കഴിഞ്ഞ്, ഫിൽറ്റർ കഴിഞ്ഞ്, PIP കഴിഞ്ഞ്. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് എത്ര ഡ്യൂറേഷൻ വേണമെന്ന് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മൊത്തം എത്ര ഉണ്ട്, 14 സെക്കൻഡാണ്. നമുക്ക് 10 സെക്കൻഡ് വരെ ഡ്യൂറേഷൻ ആക്കാൻ പറ്റും. ഇപ്പോൾ 5 സെക്കൻഡ് നോക്കിയാൽ കണ്ട 5 സെക്കൻഡിന് അത്രയും ഡ്യൂറേഷൻ വന്ന്. പിന്നെ ഇവിടെ റീട്രൈ ആക്കാം, നമുക്ക് ബാക്ക് അൺഡു ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പുതിയത് വന്ന് നമുക്ക് മാറ്റാൻ പറ്റും, റീഡു ചെയ്യാൻ പറ്റും. അടുത്ത പറയുന്നത് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2ആക്കി വിഭജിക്കുക. അതാണ് സ്പ്ലിറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടാൽ നമുക്ക് എവിടെ നമുക്ക് 2ആയി. അപ്പോൾ അവിടെ നമുക്ക് എന്താ ഒരു അഡീഷണൽ ഒരു സംഭവം, ഒരു ട്രാൻസിഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ട്രാൻസിഷൻ ഒരു എഫക്റ്റൊക്കെ ആഡ് ചെയ്യാം. അത് കൂടുതൽ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഡിലീറ്റ് ആക്കിക്കളയാം. ഓരോ ട്രാൻസിഷൻ കുറേ ട്രാൻസിഷൻ ഉണ്ട് കണ്ടോ, കുറേ ട്രാൻസിഷൻ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ നിൽക്കുക, കുറേ ഉണ്ട്. ഇത് പ്രീമിയം ആയിട്ടുള്ളത് അല്ല, ശരിക്കും അതിലുണ്ടാവില്ല. അപ്പോൾ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാതെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ഡിലീറ്റ് ചെയ്യുക, അത് പോയി. നമുക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി. പിന്നെ ഡിലീറ്റ് അറിയാലോ, നമുക്ക് ആവശ്യത്താണ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അല്ലാതെ ഡിലീറ്റ് ആക്കിയാൽ കണ്ടാവും അത് പോയി. ആവശ്യമാണ് ഡിലീറ്റ് ആക്കിയാൽ അത് പോകും. പിന്നെ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് വോളിയം എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ 200 വരെ, ഇതിപ്പോൾ ഫോട്ടോ ആയിട്ടാണ് വീഡിയോ ഞാൻ കാണിച്ചതിന് എക്സ്ട്രാ 200 വരെ മാക്സിമം വോളിയം പോകും. അത്യാവശ്യം നല്ല വോളിയം പോകും. പിന്നെ ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് മെയിനായിട്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചേഞ്ചസ്, കളർ ആഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ കളർ ആഡ് ചെയ്യുക, ബ്ലറാക്കുക, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫോട്ടോ ആണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ആഡ് ചെയ്യാം, ഗ്രേഡിയൻ്റ് കൊടുക്കാം, പല ഡിസൈനിൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഇവിടെ അപ്ലൈ ടു ഓൾ ക്ലിപ്പ് 2 ടിക്ക് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിക്കൂടി ക്ലിപ്പ് ഉണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഈ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എല്ലാ ക്ലിപ്പിലും കിട്ടും അപ്ലൈ ടു ഓൾ ക്ലിപ്പ്. ഇതിപ്പോൾ 1, 2 ക്ലിപ്പാണുള്ളത്. അപ്പോൾ എല്ലാ ക്ലിപ്പിലും അത് വരുന്നതാണ് അപ്ലൈ ടു ഓൾ എന്ന് വരുമ്പോൾ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പിന്നെ സ്പീഡ് എന്നൊരു സംഭവമുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ആണെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ആ സ്പീഡിൽ തീരുക. കണ്ട എത്ര സ്പീഡ്, 9 സെക്കൻഡ് സ്പീഡ് ഉണ്ട്, 6 സെക്കൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടിക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എല്ലാ ക്ലിപ്പിലും ആഡ് ചെയ്യണം. ഒറ്റ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ആ ക്ലിപ്പിൽ മാത്രം ആഡ് ചെയ്യുക. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഓരോ ആനിമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. എഫക്റ്റ് പോലെ തന്നെ ആനിമേഷനും പല ആനിമേഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആനിമേഷൻ ആഡ് ചെയ്യാം. ഇന്നും ഉണ്ട്, ഔട്ടും ഉണ്ട്, ഇൻട്രോ ഉണ്ട്, എൻഡും ഉണ്ട്, പിന്നെ കോംബോ ഉണ്ട്, ലൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടുതൽ എന്താണ് വലിച്ചിട്ടുള്ള. പിന്നെ ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സംഭവത്തിനെ ക്രോപ്പ് ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അനുസരിച്ച് ക്രോപ്പ് ആക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ റീട്രൈ ആദ്യം മുതലുള്ള ഇതിൽ വരും. പിന്നെ സ്വിച്ച് എന്ന് പറയുമ്പോൾ 2 ക്ലിപ്പിൽ നമ്മൾ വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യണം. സ്വിച്ച് എന്ന് പറയുന്നത് കണ്ട ഒരു ക്ലിപ്പിൻ്റെ ഒപ്പം വേറെ ക്ലിപ്പ് 3 ആക്കി ആഡ് ചെയ്യുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അത് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ കട്ടൗട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കാണേണ്ടതാണ്. കട്ടൗട്ട് പലവർക്കും അറിയാത്ത സംഭവമാണ് കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കട്ടൗട്ടിൽ 2 ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉണ്ട്, ക്രോമ ഉണ്ട്. കട്ടൗട്ട് നമ്മൾ ഇപ്പോൾ കണ്ട ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. എനിക്ക് ക്രോമ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ വേറൊരു ഓപ്ഷൻ. ക്രോമ എന്ന് പറയുമ്പോൾ നമുക്ക് കളർ വൈസ് കണ്ട റെഡ് കളർ വന്നപ്പോൾ ആ റെഡ് കളർ പോകണം. റെഡ് കളർ ഉള്ളതൊക്കെ പോകും. സ്ട്രെങ്ത് കുറച്ചാൽ ആ റെഡ് കളർ ഉള്ള മിക്കതും പോകും ഒരുവിധപ്പെട്ട. പക്ഷേ ഏറ്റവും നല്ലത് ബാക്ക്ഗ്രൗണ്ട് റിമൂവിന് ഏറ്റവും നല്ലത് ഈ കട്ടൗട്ടാണ്. ക്രോമ എന്ന് പറയുമ്പോൾ ഗ്രീൻ സ്ക്രീനൊക്കെ ഇല്ലേ, അങ്ങനത്തേനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ക്രോമ എന്ന് പറയുമ്പോൾ. അതാകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഫോട്ടോ മൂവ് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും. ഇനി മാസ്ക് എന്ന് പറയുന്നത് ഈ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ചേഞ്ചസിനാണ് മാസ്ക് കണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്ട്രാ ചേഞ്ചസ് വരുത്തുന്ന മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഷേപ്പിൽ ട്രയാങ്കിൾ, എന്താണ് റെക്റ്റാങ്കിൾ, സ്റ്റാർ, ഇപ്പോൾ ക്യൂബ്, പല രീതിയിലും പല കളറിൽ നമുക്ക് ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒപ്പാസിറ്റി കൂട്ടാൻ കുറക്കാൻ, അതിൻ്റെ സ്ട്രെങ്ത്ത് ലെങ്ത്ത് എല്ലാം കൂട്ടാൻ കുറയ്ക്കാൻ പറ്റും, റീസെറ്റും ചെയ്യാൻ പറ്റും. അതാണ് മാസ്ക് എന്ന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയേണ്ടത് നമ്മുടെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുക, അതായത് ഒബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുക കുറയ്ക്കുക, അതാണ് മെയിനായിട്ട് ഒപ്പാസിറ്റിയിൽ വരുന്നത്. ഇച്ചിരി എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയാണ്, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിന് പകരം വേറെ ഫോട്ടോ ആഡ് ചെയ്യുക. ഇതിന് പകരം എന്താണ് ഈ ഫോട്ടോ ആഡ് ചെയ്യുക കണ്ട ആ ഫോട്ടോ പകരം ഇപ്പോൾ വേറെ ഫോട്ടോ വന്നില്ലേ, അതാണ് റീപ്ലേസ് ആണ്. പിന്നെ വോയിസ് എഫക്റ്റ് നമുക്ക് പറ്റൂല, വീഡിയോ പറ്റുള്ളൂ. അത് വോയിസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം സൗണ്ടിൻ്റെ ഇത് പറഞ്ഞ വോയിസിൽ എന്താണ് മാറ്റം കുറച്ച് വേരിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വോയിസ് എഫക്റ്റ് മെയിനായിട്ട് വന്നത്. അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമ്മൾ ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്താൽ ആ ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. കണ്ട ഇപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടില്ലേ, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വരും. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ റൊട്ടേറ്റ് നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ സിമ്പിളല്ലേ, പറയേണ്ട ആവശ്യമില്ല. റൊട്ടേറ്റ് ചെയ്യുക, ഒരു ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യുക. ഫ്ലിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മിറർ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ എതിർ കാണിക്കില്ല, അതുപോലെ മിറർ കണ്ട, അതാണ് ഫ്ലിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വീഡിയോയിൽ വരുള്ളൂ. പിന്നെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ റിവേഴ്സ് ആയി പോകും, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. ഫ്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ വേണ്ടത് ആ ഒരു ഐറ്റം നമ്മൾ ഫ്രീസ് ആക്കി വെക്കുക കണ്ട. അപ്പോൾ അവിടെ അനങ്ങാണ്ടിരിക്കും. ഇത് ഫോട്ടോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി. വീഡിയോ ഇടാത്ത വേറെ ഒന്നുമില്ല, എനിക്ക് ഈ കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ കോപ്പറേറ്റ് കിട്ടിയ എനിക്ക്. അപ്പോൾ വീഡിയോ ആയിട്ടാണല്ല, അതുകൊണ്ട് ഫോട്ടോ. അപ്പോൾ ഫ്രീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല കൂടുതൽ. ഫ്രീസ് എന്ന് എല്ലാവർക്കും അറിയാം. ഫ്രീസ് അനങ്ങാണ്ട് സ്റ്റഡി സ്റ്റക്കായിട്ട് നിൽക്കും. ഏത് ഭാഗമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആ ഫ്രീസ് വയ്ക്കാതെ അനങ്ങാണ്ടിരിക്കും, മാറ്റാനും പറ്റൂട്ടാ. പിന്നെ റിവേഴ്സ് പറഞ്ഞു. പിന്നെ ഈസ് എന്ന് പറഞ്ഞാൽ 2 എന്താണ് കീ ഫ്രെയിം. ഇത് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് കീ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു കീ സെലക്ട് ചെയ്യുക, കീ ഫ്രെയിം കൊടുക്കുക, ഇവിടെയും സെലക്ട് ചെയ്ത് കീ ഫ്രെയിം കൊടുക്കുക. ഇത് നടുക്ക് വന്നെ നമുക്ക് ഒരു മൂവ്മെൻറ്റിനാണ് ഈ ഈസ് എന്ന് പറയുന്നത്. കാരണം ഓരോ മൂവ്മെൻറ്റ് ഉണ്ടാ, അത് ഓരോ രീതിയിൽ വരും. അത് നിങ്ങൾ വീഡിയോ ഇടുമ്പോഴാണ് അറിയാം, ഫോട്ടോ കണ്ടാണ് അറിയാത്തതാണ്. വീഡിയോ ആകുമ്പോൾ കറക്റ്റാണ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതാണ് മെയിൻ. പിന്നെ ഉള്ളത് എന്താണ് എക്സ്പോർട്ടാണ്. സേവ് ഒക്കെ നമുക്ക് ഏത് ക്വാളിറ്റി വേണം, 720p ഉണ്ട്, 1080p ഉണ്ട്. പിന്നെ ഫ്രെയിം റേറ്റ് ഉണ്ട് 30, 20, 24, 25, 50, 60 ഉണ്ട്. പിന്നെ MP4 ഉണ്ട്, MP3 ഉണ്ട്. MP3 ഇതിലില്ല, സോറി. എന്നാൽ ഗിഫ്റ്റ് ടൈപ്പ് ഉണ്ട് ഫോർമാറ്റ്. പിന്നെ നമുക്ക് ഓരോ MB സൈസ് ആ രീതിയിൽ 6 കോർണൊക്കെ ഇരിക്കും.
മെയിനായിട്ട് ഇതാണ് വീഡിയോയിൽ വരുന്നത്. നമുക്കിനി വേറെ ഐറ്റം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് വേറെ സംഭവമുണ്ട്, ഇതിൽ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യുക. ഫോട്ടോ ബേസ്ഡായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചും കൂടി പല ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ഡിഫറെൻറ്റ് ഫിൽറ്റർ കുറേ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരിക. ഫോട്ടോക്ക് പല എഫക്റ്റ് കൊണ്ടുവരിക. അതിൻ്റെ വാല്യൂ കൂട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒറിജിനലൊക്കെ നമുക്ക് പഴയ പോലെ നിൽക്കും. പിന്നെ ടിക്ക് വയ്ക്കാൻ മതി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ചേഞ്ചസ് ആ വീഡിയോ തന്നെ കാണിച്ചതുപോലെ തന്നെയാണ്. പിന്നെ സ്റ്റിക്കർ, ടെക്സ്റ്റ്, ഡ്യൂഡിൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ വരക്കാൻ ഡ്രോ ചെയ്യാനുള്ള ഒരു ഐറ്റമാണ് അതിൻ്റെ ബാലൻസിങ് ആണിത്. പിന്നെ അതിൻ്റെ ഒപ്പാസിറ്റി, ഇതൊക്കെ നമുക്ക് കൺട്രോൾ കളർ ചേഞ്ച് ചെയ്യാൻ കണ്ടോ. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ കളറിൽ വരും. പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞ കളർ, എല്ലാ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് കട്ടൗട്ട്. പിന്നെ കട്ടൗട്ട് ഞാൻ പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കട്ടൗട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവായി. നമുക്ക് വേണം മറ്റേ ഒബ്ജക്റ്റ് മാറ്റാൻ പറ്റും അതിൽ കൂടി. പിന്നെ ക്രോപ്പ്, PIP, അതൊക്കെ ഞാൻ പറഞ്ഞ PIP എന്ന് നമ്മൾ ഫോട്ടോ അഡീഷണൽ ആഡ് ചെയ്യാണ്. ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക സൈസ്. ക്രോപ്പ് എല്ലാവർക്കും അറിയില്ല, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഓരോ ഫ്രെയിമിലായിട്ട് ആ ഫോട്ടോ വരും. പിന്നെ റൊട്ടേറ്റ് ചെയ്യുക. ഇതാണ് ഫോട്ടോയിൽ. പിന്നെ ഉള്ളത് കൊളാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു 5-6 ഫോട്ടോസ് ഒരുമിച്ച് കൊണ്ടുവരികയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് പറയേണ്ട ആവശ്യമില്ല. കൊളാഷ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. മെയിനായിട്ട് വീഡിയോ എഡിറ്റിംഗ് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ ഇൻഫോർമേഷൻ വീഡിയോസ്, ടെക് വീഡിയോസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ചാനലിന് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തു. ഞാൻ അപ്പോൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.